ചില എന്ന് പറഞ്ഞവര് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് മംഗളവാർത്ത അറിയിക്കുന്നതാണ്. മറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. കാണാപ്പാടം എന്നോട് നമുക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. ഇവിടെ ദൈവദൂതൻ വന്നിട്ട് മറിയത്തോട് പറയുകയാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെ, എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു വചനമാണ്, അല്ലെ എന്തൊരു ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. ദൈവത്തിന്റെ ഒരു ദൂതൻ വരുന്നു, പെട്ടെന്ന് മറിയം ഇങ്ങനെ പെട്ടെന്ന് പേടിക്കുകയാണ്. അല്ലെ, ദൈവദൂതനെയൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ മറിയം ഇങ്ങനെ പേടിക്കുന്നു. ഉടനടി ദൈവദൂതൻ പറയുകയാണ്, പേടിക്കുന്നു വേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നല്ല കോൺഫിഡൻസോടുകൂടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ആ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവസാന വിധിയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് സ്വർഗ്ഗം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ നിത്യനരകത്തിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നിരാശയുണ്ട്. അല്ലെ, അറിയാതെയാണെങ്കിൽ പോലും വലതുവശത്തുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ അറിയാതെ പോലും ചെയ്ത ചില നന്മ പ്രവർത്തികളെ പ്രതി നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷം, ഒരു കൃപയൊക്കെ കണ്ടെത്തുന്നുണ്ട് അവര്. അല്ലെ, അതില് അവർക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ സമയത്ത് അവർക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം, ഞങ്ങള് ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിലയുള്ളവരാണ്, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് വിലയുണ്ട്, ദൈവസന്നിധിയിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അവസ്ഥയാണ് മറിയത്തോട് ദൈവദൂതൻ പറയുമ്പോൾ മറിയത്തിനുണ്ടാകുന്നത്. ദൈവസന്നിധിയില് നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഇതുപോലെ സന്തോഷത്തോടെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ പ്രതി, ഞാൻ ചെയ്ത എൻ്റെ ചില കാര്യങ്ങളെ പ്രതി ദൈവസന്നിധിയിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്